തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ആമുഖ വായന. ബാബിലോണിൽ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ആയിരിക്കുമ്പോഴാണ് എസെക്കിയേലിന് പ്രവാചക ദൗത്യം ലഭിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് 597 നബൂഖദ്നേസർ തടവുകാരനായി കൊണ്ടുപോയവരുടെ കൂടെ എസെക്കിയേലും ഉണ്ടായിരുന്നു. ഏശയ്യായ്ക്കുണ്ടായതുപോലുള്ള ഒരു ദൈവിക ദർശനത്തിലാണ് എസെക്കിയേലിനെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. പുരോഹിതനും കൂടിയായിരുന്ന എസെക്കിയേൽ പ്രവാചക പാരമ്പര്യത്തെ മറികടക്കുന്ന വിധം ദേവാലയത്തോടും ആരാധന വിധികളോടും പ്രതിപത്തി കാട്ടിയിരുന്നു. പ്രവാസാനന്തരം ദേവാലയം യഹൂദ സമൂഹത്തിൻ്റെ കേന്ദ്രമായി പരിണമിച്ചതിൽ എസെക്കിയേലിൻ്റെ സ്വാധീനം കുറച്ചൊന്നുമല്ല. എസെക്കിയേൽ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ പൊതുവെ ശിക്ഷയെ പറ്റിയാണ്. യൂദയായുടെയും ജെറുസലേമിൻ്റെയും അകൃത്യങ്ങളെയും അവിശ്വസ്തതയെയും തുറന്നു കാട്ടുകയും അവയ്ക്ക് കഠിനമായ ശിക്ഷ കിട്ടുമെന്നും അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ലെന്നും തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് പ്രവാചകൻ. ആ ദിനം, ശിക്ഷയുടെ ദിനം ഇതാ വരുന്നു എന്ന് ആവർത്തിച്ചു കേൾക്കാം. ജെറുസലേം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. കർത്താവിൻ്റെ മഹത്വം നഗരം വിട്ടുപോകും. ഇസ്രായേലിനെ ഞെരുക്കിയ ജനതകൾക്കും ഭയാനകമായ ശിക്ഷയുണ്ടാകും. രക്ഷയുടെ വാഗ്ദാനമാണ് 2-ാം ഭാഗത്ത്. 34 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായും മുഴങ്ങിക്കേൾക്കുക. തൻ്റെ അജഗണമായ ജനത്തെ കർത്താവ് നേരിട്ട് മേയിക്കും. ചിതറിപ്പോയതിനെ ഒരുമിച്ച് കൂട്ടുകയും മുറിവേറ്റതിനെ വച്ചുകെട്ടുകയും ചെയ്യും. ശത്രുക്കളെയെല്ലാം തകർത്ത് ഇസ്രായേലിന് സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകും. വിജനമായ നഗരങ്ങൾ അധിവസിക്കപ്പെടും. ദൈവം തൻ്റെ ജനത്തിന് ഒരു പുതിയ ഹൃദയവും ചൈതന്യവും പ്രദാനം ചെയ്യും. പുതിയ ദേവാലയം ജീവജലത്തിൻ്റെ ഉറവിടമായിരിക്കും. ശിക്ഷയുടെയും രക്ഷയുടെയും സന്ദേശം വളരെയേറെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള എസെക്കിയേലിൻ്റെ ദർശനം സുപ്രധാനമാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമില്ല. അവൻ പാപമാർഗം ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പുത്രന്റെ തെറ്റിന് പിതാവോ പിതാവിൻ്റെ തെറ്റിന് പുത്രനോ ശിക്ഷിക്കപ്പെടുകയില്ല. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം ലഭിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ വായന. 1-ാം അധ്യായം. എസെക്കിയേലിന് ദൈവദർശനം. 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കെബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങൾ ഉണ്ടായി. മാസത്തിൻ്റെ 5-ാം ദിവസം, യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം, കൽദായ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇതാ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും, തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോടുപോലെ എന്തോ ഒന്നും. 4 ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. എന്നാൽ ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു. തേച്ചുമിനുക്കിയ ഓടുപോലെ അവ തിളങ്ങി. അവയുടെ 4 വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾ ഉണ്ടായിരുന്നു.
നാലിനും മുഖങ്ങളും ചിറകുകളുമുണ്ടായിരുന്നു. അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു. ഓരോന്നും ഇടം വലം തിരിയാതെ നേരെ മുമ്പോട്ട് നീങ്ങിയിരുന്നു. അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു. നാലിനും മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം, വലതുവശത്ത് സിംഹത്തിന്റെ മുഖം, ഇടതുവശത്ത് കാളയുടെ മുഖം, പിൻഭാഗത്ത് കഴുകന്റെ മുഖം. അവയുടെ മുഖങ്ങൾ അങ്ങനെ. ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു. ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ രണ്ട് ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു. അവയോരോന്നും നേരെ മുൻപോട്ട് പോയിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ട് അവ പോയി. ഇടം വലം തിരിഞ്ഞില്ല. ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെ ആയിരുന്നു. അവയ്ക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ജ്വലിച്ചിരുന്നു. ആ അഗ്നി ശോഭയുള്ളതായിരുന്നു. അതിൽ നിന്ന് മിന്നൽ പണർ പുറപ്പെട്ടിരുന്നു. ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി. അതാ, അവയ്ക്ക് ഓരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം. അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു. അവയ്ക്ക് നാലിനും ഒരേ രൂപമായിരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്നെന്ന വിധമായിരുന്നു അവയുടെ ഘടന. അവ ചരിക്കുമ്പോൾ നാലിൽ ഏതു ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകാമായിരുന്നു. അവയുടെ പട്ടകൾ ഭയമുളവാക്കത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു. നാലിൻ്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു. ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു. ജീവികൾ നിലത്തുനിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും. അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി. അവയോടൊപ്പം ചക്രങ്ങളും പോയി. എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു. അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു. കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിലുണ്ടായിരുന്നു. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിതാനമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. അവയുടെ ചിറകുകൾ ആ വിതാനത്തിന് കീഴിൽ ഒന്നിൻ്റെ ചിറക് അടുത്തതിൻ്റെ മേൽ സ്പർശിക്കുമാറ് നിവർത്തിപ്പിടിച്ചിരുന്നു. അവയോരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ രണ്ട് ചിറകുകളുണ്ടായിരുന്നു. അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിൻ്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിതാനത്തിന് മീതെ ഇന്ദ്രനീല കല്ലുപോലെയുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റേതുപോലുള്ള ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ അരക്കെട്ടുപോലെ തോന്നിച്ചിരുന്ന നിന്റെ മുൾഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. അവ ദർശിച്ച രാത്രിയിൽ ഞാൻ കമിഴ്ന്നു വീണു. ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. എസെക്കിയേലിൻ്റെ 2-ാം അധ്യായം. എസെക്കിയേലിൻ്റെ ദൗത്യം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, എഴുന്നേറ്റു നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കട മുഷ്ടികളും കഠിന ഹൃദയരുമാണ്.
അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെപ്പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും. അവൻ അതെൻ്റെ മുമ്പിൽ വിടർത്തി. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എസെക്കിയേലിൻ്റെ 3-ാം അധ്യായം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ് തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല, ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിന്റെ വാക്ക് ശ്രവിക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഭവനം നിന്റെ വാക്ക് കേൾക്കുകയില്ല. കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണ്. നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു. നീ അവരെ ഭയപ്പെടേണ്ട. അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയോ വേണ്ട. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവൻ തുടർന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നീ പ്രവാസികളുടെ അടുത്തേക്ക്, നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് പറയുക. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ആത്മാവെന്നെ മേൽപോട്ടുയർത്തി. കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റേതുപോലെ ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. ആ ജീവികളുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത്. ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു. തെൽ അബീബിൽ ഖെബാർ നദിയുടെ തീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി. അവരുടെ ഇടയിൽ സ്തംഭതനായി 7 ദിവസം ഞാൻ കഴിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ
അവൻ വീഴാൻ ഞാൻ ഇടയാക്കും, അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു, നീയും നിന്റെ ജീവനെ രക്ഷിക്കും. അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക. അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി. ഇതാ, കർത്താവിൻ്റെ മഹത്വം അവിടെ നിൽക്കുന്നു. കെബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നോട് സംസാരിച്ചു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നീ വീട്ടിൽ പോയി കതകടിച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും. നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും. അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. എസെക്കിയേലിൻ്റെ 4-ാം അധ്യായം. ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടികയെടുത്ത് മുൻപിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണത്തിൻ്റെ പടം വരയ്ക്കുക. അതിനെതിരെ ഉപരോധമേർപ്പെടുത്തുക. ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക. ചുറ്റും പാളയം പണിയുക. എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക. ഒരു ഇരുമ്പു തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മതിലെന്ന പോലെ സ്ഥാപിക്കുക. അതിന് അഭിമുഖമായി നിൽക്കുക. നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. ഉപരോധം ബലപ്പെടുത്തുക. ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും. നീ ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം കാലം അവരുടെ പാപഭാരം നീ ചുമക്കും. ഞാൻ നിനക്കെതിരായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതകളുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. 390 ദിവസം. ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം. അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചെരിഞ്ഞു കിടക്കുക. യൂദാ ഭവനത്തിൻ്റെയും പാപഭാരം നീ വഹിക്കണം. ഒരു വർഷത്തിന് ഒരു ദിവസം വച്ച് 40 ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ ജെറുസലേമിനെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക. നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം. നിന്റെ ഉപരോധത്തിന് ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുന്നു. ഗോതമ്പ്, ബാർലി, പയർ, തുവര, തിന, ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചെരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ 390 ദിവസവും അത് ഭക്ഷിക്കണം. ഒരു ദിവസം നീ 20 ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ. അത് പല പ്രാവശ്യമായി കഴിക്കണം. വെള്ളവും അളവനുസരിച്ചേ കുടിക്കാവൂ. ഒരു ഹിന്നിൻ്റെ 1/6 പല പ്രാവശ്യമായി കുടിക്കുക. ബാർലി അപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ. അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ. കർത്താവ് അരുളിച്ചെയ്തു, ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ വിജാതിയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല. ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, ഇതാ, അപ്പം ചുടുന്നതിനും മനുഷ്യമലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു. അവിടുന്ന് തുടർന്നു, മനുഷ്യപുത്ര, ജെറുസലേമിൽ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും. അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും
അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും. എസെക്കിയേൽ 5-ാം അധ്യായം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക. അതൊരു ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക. എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക. ഉപരോധത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്ത് പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക. മൂന്നിലൊരു ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക. മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം. ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും. അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കിയുടെ വിളിമ്പിൽ കെട്ടിവയ്ക്കുക. അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക. അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാണ് ജെറുസലേം. ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു. എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എൻ്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു. അവൾ എൻ്റെ കൽപ്പനകൾ നിരസിച്ചു. അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ ധിക്കാരികളാണ്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല. ചുറ്റുമുള്ള ജനതകൾക്ക് നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു. ജനതകളുടെ മുമ്പിൽ വച്ച് നിന്റെ മേൽ എൻ്റെ വിധി ഞാൻ നടപ്പിലാക്കും. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മ്ലേച്ഛതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും. നിന്റെ മധ്യേ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും. നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും. നിന്നിൽ അവശേഷിക്കുന്നവരെ ഞാൻ നാനാദിക്കുകളിലേക്കും ചിതറിക്കും. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മ്ലേച്ഛതകളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. നിന്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മധ്യേ തന്നെ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും. മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും. മൂന്നിലൊരു ഭാഗത്തെ നാനാദിക്കുകളിലേക്കും ഞാൻ ചിതറിക്കും. ഊരിയ വാളുമായി ഞാൻ അവരെ അനുധാവനം ചെയ്യും. അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും. എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും. എൻ്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും. നിനക്കു ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്ന അവരുടെ മുമ്പിലും നിന്നെ ഞാൻ അവമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും. ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്ക് നിന്ദാപാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയകാരണവുമായിരിക്കും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ, നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും. ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും. നിന്റെ അപ്പത്തിൻ്റെ അളവ് ഞാൻ കുറയ്ക്കും. ക്ഷാമത്തെയും ഹിംസ്രജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും. അവ നിന്റെ സന്താനങ്ങളെയെല്ലാം അപഹരിക്കും. പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും നിന്നിലൂടെ കടന്നുപോകും. ഞാൻ നിന്റെ മേൽ വാളയക്കും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. എസെക്കിയേൽ 6-ാം അധ്യായം. പൂജാഗിരികൾക്കെതിരെ. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇസ്രായേലിലെ പർവ്വതങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവയ്ക്കെതിരായി പ്രവചിക്കുക. നീ ഇങ്ങനെ പറയണം: ഇസ്രായേലിലെ പർവ്വതങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുക. ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുളിച്ചെയ്യുന്നു: നിന്റെ മേൽ ഞാൻ വാളയക്കും. നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാക്കും. നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചു കളയും. നിങ്ങളിൽ വധിക്കുന്നവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും. ഇസ്രായേൽ
മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിരത്തും. നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ഞാൻ വിതറും. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമായി കിടന്നു നശിക്കും. നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും. ധൂപപീഠങ്ങൾ വെട്ടി വീഴ്ത്തും. കരവേലകളെ തുടച്ചു നീക്കും. വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യേ നിപതിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും. അവരെ വാളിൽ നിന്നും രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിവീഴ്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്ധമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും. തങ്ങൾ ചെയ്ത തിന്മകളും മ്ലേച്ഛതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദ്യരായിത്തീരും. ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും. ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കൈകൊട്ടുകയും ഉറക്ക ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക, അധമമായ മ്ലേച്ഛതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം. അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം പതിക്കും. അകലെയുള്ളവർ പകർച്ചവ്യാധി കൊണ്ട് മരിക്കും. അടുത്തുള്ളവൻ വാളിനിരയാകും. രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ട് മരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ചു തീർക്കും. എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്ന വളരുന്ന ഓക്കുമരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ബലിപീഠങ്ങൾക്ക് ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വിധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. ഞാൻ അവർക്ക് നേരെ കൈയോങ്ങും. മരുഭൂമി മുതൽ റിബ്ള വരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ 7-ാം അധ്യായം. അവസാനം അടുത്തു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരുളിച്ചെയ്യുന്നു, ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ദേശത്തിൻ്റെ 4 ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു. ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. എൻ്റെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും. നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല. നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ നാശത്തിന് പുറമെ നാശം. ഇതാ അവസാനം അടുത്തു. അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു. ഇതാ അത് എത്തിക്കഴിഞ്ഞു. ദേശത്ത് വസിക്കുന്നവനെ, ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു. സമയമായി. പരിഭ്രാന്തിയുടെ കലാപത്തിൻ്റെ ദിനം ആസന്നമായി. മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിൻ്റെതായിരിക്കുകയില്ല. അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചൊരിയും. എൻ്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും. നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും. നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല. നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും. ഇതാ ആ ദിനം, നാശത്തിൻ്റെ ദിനം ആസന്നമായി. അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളിർക്കുകയും ചെയ്തിരിക്കുന്നു. അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി വളർന്നിരിക്കുന്നു. അവരിൽ ആരും അവശേഷിക്കുന്നില്ല. അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും. സമയമായി. ദിവസം അടുത്തു. വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട. ജനം മുഴുവൻ്റെയും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു. ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവന് വിറ്റത് തിരിച്ചു കിട്ടുകയില്ല. എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു. അകൃത്യങ്ങളിൽ തുടരുന്നതുകൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല. കാഹളം മുഴങ്ങി, എല്ലാം സജ്ജമായി. എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു.
ഇസ്രായേലിൻ്റെ പാപങ്ങൾ. പുറമേ വാൾ, അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും. നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും. പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും. ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകളോർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെന്ന പോലെ മലകളിൽ അഭയം തേടും. എല്ലാ കരങ്ങളും ദുർബലമാകും, കാൽമുട്ടുകൾ വിറയ്ക്കും. അവർ ചാക്കുടുക്കും, ഭീതി അവരെ ആവരണം ചെയ്യും. അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും, ശിരസ് മുണ്ഡനം ചെയ്യും. അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും, സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല. അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല. എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു. അത് ഉപയോഗിച്ച് അവർ മ്ലേച്ഛവും നിന്ദ്യവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും. അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും. അവർ അതിനെ അശുദ്ധമാക്കും. ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും. അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും. കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും. എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും. അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും. ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും. കഠിനവേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ലഭിക്കുകയില്ല. നാശത്തിനു മേൽ നാശം വന്നുകൂടും. കിംവദന്തികൾ പ്രചരിക്കും. അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്നും ദർശനങ്ങൾ ആരായും. എന്നാൽ പുരോഹിതന്മാരിൽ നിന്നും നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും. രാജാവ് വിലപിക്കും, രാജകുമാരൻ നിരാശനാകും. ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും. അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.